നമുക്ക് 1 കപ്പ് റവയും, 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളമാണ് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ റവ എടുത്ത കപ്പിൽ 1.5 കപ്പ് അളവിൽ വെള്ളം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ 1 കപ്പ് വറക്കാത്ത റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ ആ ഒരു അളവിലാണ് 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് റവ. എന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മാവും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ മാവൊക്കെ നമ്മുടെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു രീതി കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയാവും. ഇനി ഇത് ചൂടാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ചെറു ചൂടോട് കൂടിയാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറട്ടെ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക്, അതായത് ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. കുറേശ്ശെ പോർഷൻ ഇങ്ങനെ മാവെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ശർക്കരയും ആ ഒരു പഞ്ചസാരയും തേങ്ങയുടെയും മിക്സ് ഇതിനകത്തേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറു ചൂടോട് കൂടി ഉരുട്ടണം. അപ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നത്. എന്നിട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് നമ്മുടെ ഈ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പുറം ഭാഗമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും. അപ്പോൾ ഈ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. ചെറുതായിട്ട് പുറംഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം പുറമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് തേങ്ങയുടെ ഫില്ലിങ്സ് കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്.